കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം പാനൂരിൽ സംഘടിപ്പിച്ചു. രാവിലെ ചമ്പാട് അരയാക്കോലിലെ ഷിബുലാലിന്റെ സ്മൃതി കുടീരത്തിലും വൈകിട്ട് പാനൂരിലെ കെ രാജീവൻ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടന്നു. തെക്കേ പാനൂർ രാജമാസ്റ്റർ സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് യുവജനങ്ങൾ അണിനിരന്ന വൈറ്റ് വളണ്ടിയർ മാർച്ചോടുകൂടി ബഹുജന പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. അനുസ്മരണ പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 25, 1994 5 സഖാക്കൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. സഖാവ് പുഷ്പൻ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു, എങ്ങനെ നമ്മൾ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ ലോകത്ത് 90-കൾക്ക് ശേഷം ഈ 40 വർഷത്തിനിടയിൽ നിരവധി പോരാട്ടങ്ങൾ നടന്നു. എന്നാൽ നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ ലോകത്ത് നടന്ന പോരാട്ടങ്ങളിലെ ആദ്യ രക്തസാക്ഷിത്വം ഏതെന്ന് ചോദിച്ചാൽ അത് കൂത്തുപറമ്പിലെ ഈ പോരാട്ടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പോരാട്ടമാണ് പുഷ്പൻ ജീവിച്ച ഈ 40 കൊല്ലത്തിനിടയിൽ ഈ നയം ശക്തമായി നടപ്പിലാക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തിനെതിരെ പലയിടങ്ങളിൽ ചെറുത്തുനിൽക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ KK സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശൻ മാസ്റ്റർ, പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിറാജ്, ബ്ലോക്ക് പ്രസിഡന്റ് NK റൂബിൻ, SFI ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ്, K ഷിൻഡു, രശ്മി കളത്തിൽ, S സുധീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ സ്വാഗതം പറഞ്ഞു. KK രാജീവൻ സ്മാരക പുരസ്കാരം ദേശാഭിമാനി പാലക്കാട് ചിറ്റൂർ ലേഖകൻ S സുധീഷും, അഖില കേരള ചിത്രരചനാ മത്സരത്തിന്റെ ഗോൾഡ് മെഡൽ കൊളശ്ശേരി പാറക്കോട് അദ്വൈത് VPയും മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ഈ ദിനാചരണത്തോടുകൂടി 5 രക്തസാക്ഷികൾക്കൊപ്പം ചേരുകയാണ്. മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേകത, മറ്റു പല സമരങ്ങളിലും കാണാത്ത ഒരുപാട് പ്രത്യേകതകൾ കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. സമഗ്ര ന്യൂസ് പാനൂർ.